guys, welcome to a new video. ആക്ച്വലി ഞാനിന്ന് എ ഡേ ഇൻ ഓഫീസ് എടുക്കാമെന്ന് വിചാരിക്കുക. ഇനി EYGDS ഞങ്ങളുടെ പുതിയ ഓഫീസ് പ്രസ്റ്റീജിൽ തുറന്നിട്ടുണ്ട്. ഐ മീൻ കുറേ കാലമായി ഞാൻ, പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ സമയം ഏകദേശം 11:45. ആക്ച്വലി ഞാനിപ്പോൾ ബെഞ്ചില മീൻസ് പണിയില്ല എന്നല്ല, ഞങ്ങൾക്ക് POCs അങ്ങനെ കുറേ പണിയുണ്ട്. ഞാൻ കുറച്ച് പണി എടുത്തു ഓൾറെഡി. ഇപ്പം ഇനി ഓഫീസിൽ പോയിട്ട് ബാക്കി പണിയെടുക്കും. മൈ സ്കൂട്ടറിലാണ് പോവാം. അതാണ് ഓഫീസ്. ഞാൻ പോണ വഴിയാണ്. എൻ്റെ ആത്മാർത്ഥത ആലോചിക്കണം കേട്ടോ നിങ്ങൾ വീഡിയോ എടുക്കാനുള്ള. ഈ വഴി ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ പോകണം. ഇതാണ് ഓഫീസ്. എനിക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ എടുപ്പിക്കണം എന്നുണ്ട് ബാക്കിലിരുന്നിട്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഐ തിങ്ക്. ഭാഗ്യത്തിന് ഇതവിടെ ഒറ്റ സ്ലോട്ട് ഉണ്ടായി വണ്ടി വയ്ക്കാൻ, ബാക്കിയെല്ലാം നിറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ബേസ്മെൻറ്റിൽ പോകണമെന്ന് വിചാരിച്ചതാ, ബേസ്മെൻറ്റിൽ പോകേണ്ടി വന്നില്ല. സോ ഇനി നമുക്ക് നടന്നു പോവാം ഓഫീസിലേക്ക്. Let's do a style check as we are consultants. Nothing as such. Looks good, no? ആണ് ഓഫീസിൻ്റെ ഫ്രണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറുകയാണെങ്കിൽ ഒരു ചേച്ചി തുറന്നു തരാനൊക്കെ ഉണ്ടാവുക. ദിസ് ഈസ് ഓട്ടോമാറ്റിക് ഡോർ. ദിസ് ഈസ് അവർ ലിഫ്റ്റ് സെക്ഷൻ. എനിക്ക് 6th ഫ്ലോറാണ്, എയിലാണ്. ഇത് ലിഫ്റ്റ് ഉണ്ടല്ലോ, തുറന്ന അപ്പം തന്നെ അടയും. ഇവിടെ കാണേണ്ടതാണ് 6th എന്നൊക്കെ. ഇതെന്ത് പറ്റിയോ ഈ ലിഫ്റ്റിന്? എനിവേ 4th ഫ്ലോറായി. 5, 6. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ. ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ഇന്ന് മൺഡേ കൊണ്ട് തന്നെ ഓഫീസിൻ്റെ ഉള്ളിൽ എത്ര തിരക്കുണ്ടായിരുന്നില്ല. സോ ഞാൻ സീറ്റ് ഒപ്പിച്ചു, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇനി ഒരു കോൾ ഉണ്ട്, അത് കഴിഞ്ഞ് വരാം. ഇപ്പം സമയം 12:02. ഇത് ഞങ്ങളുടെ ഒരു POC കോളായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ഇനി നമുക്കൊരു കോഫി കുടിക്കാം. ഇത് ഞങ്ങളുടെ എല്ലാ ഫ്ലോറിലുള്ള കാഫറ്റേരിയയാണ്. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഈസ് കണ്ടോ, വെച്ചാൽ മതി. പോരാത്തതിന് ഇപ്പോൾ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചൂട്. പണ്ടൊക്കെ കുടിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. കാണിക്കാൻ വേണ്ടി നമുക്ക് കുപ്പിയൊന്നും തൊടാൻ പറ്റില്ല. ഫസ്റ്റ് ഇവിടെ ക്ലീൻ ചെയ്ത കപ്സ് ഉണ്ടാവും മേലിരിക്കുന്നു. ഒന്നൊരു ഫ്രഷ് കപ്പ് എടുത്ത് ഇഷ്ടമുള്ള കോഫി സെലക്ട് ചെയ്ത് നമ്മൾ ഇത്തിരി പഞ്ചസാര എടുത്ത് ഞാൻ എല്ലാം കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കിയിട്ട്. ഇന്നധികം തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഓഫീസിൽ. പൊതുവേ ഈ തിങ്കളാഴ്ച തിരക്ക് കുറവാണ്. പോരാത്തതിന് ഇത് 4-day വർക്ക് വീക്കാണല്ലോ. 4-day വർക്ക് വീക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം ഓഫീസിൽ വന്നാൽ മതി. അപ്പോൾ മിക്കവാറും ആൾക്കാർ ഒരു ദിവസം കൂടെ ലീവ് എടുത്തിട്ട് ആ വീക്ക് സ്കിപ്പ് ചെയ്യും ഓഫീസ്. അങ്ങനെ ഉണ്ടാവാറ്. അതുകൊണ്ടായിരിക്കും ഈ വീക്ക് ഇത്രയും തിരക്ക് കുറവ്. എല്ലാവരും ഓരോരോ ലീവ് കൊടുത്തിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും. വീട്ടിലിരിക്കുക എന്നല്ല, വർക്ക് ഫ്രം ഹോമാണ്, പണിയെടുക്കണം ബേസിക്കലി. പക്ഷെ ഓഫീസിലേക്ക് വരണ്ടല്ലോ, സുഖമല്ലേ. അങ്ങനെ ഡ്രൈ ആൻഡ് വെറ്റ് വേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ഓഫീസിൽ വന്നപ്പോൾ സാധാരണ വേസ്റ്റ് ഇടാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവാറുണ്ടല്ലോ, അതൊന്നും കാണാനല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഡ്രൈ വെറ്റ് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ഇടാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം ശീലമായി. അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു വർക്ക്. ഇറ്റ് വാസ് എ വെരി കോസി ഏരിയ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഈ ഓഫീസിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇന്നോവേഷൻ ആട്ടോ ഇത്. കണ്ട, ചാർജർ കുത്തിയിട്ട് നമുക്കിങ്ങനെ വെക്കാം.
ഒരു ശല്യമല്ല, നല്ല വൃത്തിയിൽ നിൽക്കും. സാധാരണ ചാർജിങ് പ്ലോട്ട്സ് ഡെസ്കിൻ്റെ താഴെയായിരുന്നു മുന്നത്തെ ഓഫീസിലൊക്കെ. ഇനി ലഞ്ച് കഴിക്കാൻ പോകും. ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ലഞ്ച് കഴിക്കാൻ പോണേ. ഞങ്ങളുടെ കാഫറ്റേരിയ 7th ഫ്ലോറിലാണ്. 2 മണിയായപ്പോഴും കാഫറ്റേരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ഓഫീസിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കാഫറ്റേരിയ ചെറുതാണ്. വേറൊന്ന് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല തിരക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് അവിടെ അടുത്തുള്ളൊരു വെൻഡിങ് മെഷീനാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. നമുക്കിന്നൊരു സ്മൂച്ച് ഇവിടെ പിടിക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നാണല്ലോ. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ലുലു സൈബർ ടവറാണ്. കണ്ടോ, ഞങ്ങളുടെ ലിഫ്റ്റ് ഏരിയ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. അത് ലുലുവിൻ്റെ പുതിയ ഓപ്പൺ ചെയ്ത ബിൽഡിംഗ്. നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പറിലോ ന്യൂസ് ആർട്ടിക്കിളിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഹലോ, ഇപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പോയതാണ്. 2:30 6th ഫ്ലോറിൽ 3 തിരിച്ച്. ഇപ്പം ആൾക്കാരില്ലാത്ത സമയം. ഞാൻ ജസ്റ്റ് കാഫറ്റേരിയൻ്റെ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ഇൻട്രോവേർട്ട്. സോ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല. നീ സഡനായിട്ട് വന്നതാണ് ഓഫീസിലേക്ക്. നാളെ ഇനി വരണം, നാളെ എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം സ്പേസ്. കണ്ട, എൻ്റെ ബാക്കിൽ നിറച്ച് കക്കൂസാണ്. ദിസ് ഈസ് വെരി നൈസ്. ആക്ച്വലി ഐ ഹാവ് ഇത് മറ്റേ ബേബി ഡയപ്പർ ചേഞ്ചിങ് പ്ലേസ്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. ഇവിടെ ബേബീനെയും കൊണ്ടൊക്കെ ആരെങ്കിലും ഓഫീസിൽ വരുമല്ലോ, ഭംഗിക്കേണ്ടി വെച്ചതായിരിക്കും. ഹലോ, ഇനി ബാക്ക് ടു വർക്ക്. ഐ ലുക്ക് അറ്റ് മൈ കേൾസ്. ഇറ്റ്സ് അറൗണ്ട് 5 PM. ഞാനിന്ന് തിരിച്ച് ഓഫീസിൽ നിന്ന് പോവുക. എനിക്കാണെങ്കിൽ ഉറക്കം പറ്റണം. വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം. ഗ്രൗണ്ട് ഫ്ലോർ കാണിച്ചു തരാൻ മറന്നു. ദിസ് ഈസ് ദ ഗ്രൗണ്ട് ഫ്ലോർ. കോസ്റ്റ കോഫിയുടെ ഒരു വിശാലമായ സ്ഥലം. ഇവിടെ ആരും പോകാറില്ല അതൊന്നും. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ്. Let's go home. ആ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തിനാണോ വിശാലമായ കാർ പാർക്കിംഗ്. ഹലോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. I think you are happy with my a day in office vlog. Bye bye. ഇനി വേറെ വല്ല വ്ളോഗും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വ്ളോഗ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാറ്റ അനലിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. EY-ൽ ഫ്രഷേഴ്സിന് എടുക്കൽ ഭയങ്കര കുറവാണ്, പക്ഷെ എടുക്കാറുണ്ട് കേട്ടോ. എല്ലാ കമ്പനീസും എടുക്കുമല്ലോ. ആൻഡ് ഡാറ്റ അനലിസ്റ്റിന് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് BTech അല്ലെങ്കിൽ MSc ഇതിലുള്ള ആൾക്കാരാണ് മിക്കവാറും. Hope you have got the answer. Bye bye. See you in another vlog.